പ്രകൃതിദത്തമായ തോടുകളും കനാലുകളും കായലുകളും മാലിന്യങ്ങൾ കൊണ്ടുതള്ളി നമ്മൾ ഉപയോഗശൂന്യമാക്കുമ്പോൾ ദുബായ് ലോകത്തിന് വലിയൊരു മാതൃക സൃഷ്ടിക്കുകയാണ്. 200 കോടി രൂപ മുതൽ മുടക്കിൽ മരുഭൂമിയിലൂടെ ഒരു കനാൽ നിർമ്മിച്ചിരിക്കുന്നു ദുബായ്. ഇവിടെ കൂടി യാത്രാ ബോട്ടുകളും സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില മാതൃകകൾ നമ്മൾ അനുകരിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ചില മാതൃകകളാണ് ദുബായ് നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത്. ഒട്ടനവധി കാഴ്ചകളുണ്ട് ഇക്കുറി അറേബ്യൻ ഷോറീസിൽ. എല്ലാവർക്കും സ്വാഗതം അറേബ്യൻ ഷോറീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക്. പരിസ്ഥിതിയുടെയും പ്രകൃതിയുടെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് അറേബ്യൻ ഷോറീസ് ഞാൻ തുടക്കമിട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നതും ഒരു പരിസ്ഥിതി സൗഹൃദ കാഴ്ചയിലേക്കാണ്. ഷാർജ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഒരു സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് വാസിദ് വെറ്റ്ലാൻഡ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദേശാടന പക്ഷികളെ അടക്കം അണിനിരത്തിക്കൊണ്ടാണ് വാസിദ് വെറ്റ്ലാൻഡ് കാഴ്ചക്കാർക്ക് മുന്നിൽ വിരുന്നൊരുക്കുന്നത്. പക്ഷികളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും ഇവരുടെ ആവാസ വ്യവസ്ഥ മനസ്സിലാക്കാനുമുള്ള വലിയ മാതൃക കൂടിയാണ് വാസിദ് വെറ്റ്ലാൻഡ്. ആയിരത്തി 1998 ചതുപ്പ് നിറഞ്ഞ ഈ പ്രദേശം പരിസ്ഥിതി സംരക്ഷിത മേഖലയായി ഷാർജ പ്രഖ്യാപിച്ചത്. ദേശാടന കിളികളെ കൂടാതെ ദിവസവും വിവിധ പക്ഷികൾ ചേക്കേറുന്ന ഇടമായി പ്രദേശത്തെ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ നടപടി. കഴിഞ്ഞ വർഷം പക്ഷികളെ നിരീക്ഷിക്കാനും അവയുടെ ജീവിതക്രമം പഠിപ്പിക്കാനും കൂടിയായി വാസിദ് വെറ്റ്ലാൻഡ് സെന്റർ എന്ന പേരിൽ നിയന്ത്രണങ്ങളോടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഷാർജ ഭരണകൂടം ഇതിനെ മാറ്റി. പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലവിൽ വന്ന എൻവയോൺമെന്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അതോറിറ്റിയാണ് വാസിദ് വെറ്റ്ലാൻഡിന്റെയും ചുമതലക്കാർ. കുട്ടികൾക്കും മുതിർന്നവർക്കും പക്ഷികളെ അടുത്തു നിരീക്ഷിക്കാനും അവയുടെ ജീവിത രീതി മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലാണ് ഇവിടെയുള്ള സംവിധാനങ്ങൾ. പെലിക്കൺ, ഫ്ലെമിംഗോ തുടങ്ങിയ നിരവധി പക്ഷികളെ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കാട്ടുതാറാവുകൾ അടക്കമുള്ളവയെ പ്രത്യേകം സജ്ജമാക്കിയ ഇടങ്ങളിലാണ് കാഴ്ചയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെ മോശമാക്കാത്ത രീതിയിൽ സന്ദർശകർക്ക് ഇവയെ അടുത്തു കാണാൻ കഴിയുന്ന രീതിയിൽ ചില്ലുകൾ കൊണ്ട് അതിർത്തികൾ തീർത്ത നടപ്പാതകളും ഇവയിൽ പക്ഷികളെക്കുറിച്ചുള്ള വിവരണങ്ങളും തീർത്തിരിക്കുന്നു.
കൂട്ടമായി കാഴ്ചകൾ കാണാൻ എത്തുന്നവർക്ക് വിശ്രമിക്കാനും വിശപ്പടക്കാനുമുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.